സ്തുതിയായിരിക്കട്ടെ. 2026 നാം പ്രവേശിക്കുകയാണ്. ഒരു മിനിറ്റ് എന്നോടൊപ്പം ഒരു വിടുതൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് 2026 പ്രവേശിക്കുമ്പോൾ എനിക്കറിയാം ഒത്തിരി മക്കൾ, എന്നെ ശ്രമിക്കുന്ന ഒത്തിരി മക്കൾ, പ്രതീക്ഷയില്ലാത്തവർ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർ, ഭാവിയിൽ, വിദൂര ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കുമെന്നുള്ള ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്നവർ, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിതം വല്ലാതെ തകർന്നു പോയവർ, വല്ലാതെ തരിപ്പണമായി പോയ ജീവിതങ്ങളുണ്ടാകാം. നിങ്ങൾക്കുള്ള പ്രത്യാശയുടെ വചനമാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെ ഭരിക്കുന്ന എല്ലാ ഭയത്തിൽ നിന്നും, ആകുലതകളിൽ നിന്നും, നിരാശകളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഒരു വിടുതൽ പ്രാർത്ഥന ഈ നിമിഷം ചെയ്യുകയാണ്. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ ഈ മക്കള് പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ പ്രതീക്ഷ അറ്റുപോയ മക്കളെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾക്ക് അത്ഭുതകരമായ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കാക്കി ദൈവം പരിണമിപ്പിക്കുമെന്ന് വിശ്വസിക്കുവാൻ കർത്താവെ ഈ നിമിഷം ഈ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിശ്വാസത്തിനും ആ പ്രത്യാശയ്ക്കും പ്രതീക്ഷാ നിർഭരമായ ജീവിതത്തിനും തടസ്സമായി നിൽക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ, പ്രത്യാശ നിറയട്ടെ, പ്രതീക്ഷയുടെ ജീവിതം നയിക്കാൻ ഇവരെ ദൈവം സഹായിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും പുതിയ വർഷത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും. ആമേൻ.